നമസ്കാരം. ഇന്നത്തെ അതിഥി അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ചെവി, മൂക്ക്, തൊണ്ട ഇത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റലിലെ ENT സ്പെഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റലിലെ പ്രശസ്ത ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഹമ്മദ് ജൽവയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടാം, കൂടുതൽ വിശദമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇന്നത്തെ കാലത്ത് നമ്മൾ ചെവി, മൂക്ക്, തൊണ്ട എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. അത് സംരക്ഷിച്ചാൽ തന്നെ ഏകദേശം രോഗങ്ങളും നമുക്ക് തരണം ചെയ്യാമെന്ന് വിചാരിക്കുന്നില്ല, ശരിയല്ലേ? ഇന്നത്തെ കാലത്ത് എല്ലാ കാലത്തും പക്ഷെ ഇന്ന് നമ്മൾ ഇയർഫോൺസ് ഒക്കെ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇയർഫോൺസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫുള്ള് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് ഉള്ള ജോബൊക്കെ കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചെവി, മൂക്ക്, തൊണ്ട എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഇത് 3 സെൻസ് ഓർഗൻസ് ആണ്. മനുഷ്യനാകെ 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പിന്നതാണ് കേൾവി, കാഴ്ച അതൊക്കെ. കാഴ്ച ഒഴികെ കേൾവിയും ടേസ്റ്റ്, സ്മെല്ല് കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസക്തി നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളതിൻ്റെ ഓവർ യൂസ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇയർഫോൺസ് ആണെങ്കിലും അതല്ല ഈ പറഞ്ഞ കാലാവസ്ഥാ മാറ്റങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അലർജി. കാരണം എവിടെ നോക്കിയാലും കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ പുറത്താണെങ്കിലും റോഡിൻ്റെ പണികളൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട്. അപ്പം പൊടീൻ്റെ എക്സ്പോഷർ വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ചെറുപ്പം തൊട്ട് കുട്ടികൾക്കാണെങ്കിലും നമ്മൾ അധികം പണ്ടത്തെ പോലെ അല്ല, വീട്ടിൻ്റെ അകത്താണ് വളരുന്ന കുട്ടികൾ. അപ്പോൾ പെട്ടെന്ന് അവർ എക്സ്പോസ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന അലർജി, അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ കൂടുതലാണ്. ചെവിൻ്റെ കേസിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഇയർഫോൺസ്, അതിൻ്റെ എക്സ്പോഷർ കൂടുതൽ ആൾക്കാരും സൗണ്ടിൻ്റെ ലിമിറ്റൊന്നും ശ്രദ്ധിക്കാതെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് മൂക്കിൻ്റെ കാര്യവും, സ്മെല്ലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് തമ്മിൽ കണക്റ്റഡാണ് എന്നുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻറ്റേർണലി ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ ഒരു ഭാഗത്ത് പ്രശ്നം വന്നാൽ തന്നെ അത് മറ്റൊരു, ഇപ്പം മൂക്കിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ചെവിയിലും ഉണ്ടാവാം. കാരണം അത് ഇൻറ്റേർണലി ഒരു ട്യൂബ് വഴി കണക്റ്റാണ്, പുറത്ത് നമ്മളത് കാണില്ലാണല്ലോ. അതുപോലെ തന്നെയാണ് ത്രോട്ടും, ഈ ത്രോട്ടും മൂക്ക് വഴി കണക്റ്റഡാണ്. അപ്പോൾ ഈ പൊടിയൊക്കെ കയറുന്നത് ഒന്നെങ്കിൽ മൂക്കിലല്ലെങ്കിൽ വായിലൂടെയാണ്, അത് നേരെ തൊണ്ടയിലേക്കാണ് എത്തുക. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പെട്ടെന്നുള്ള കാലാവസ്ഥ മാറ്റം, നമ്മുടെ ജോബിലുള്ള കൂടുതലുള്ള മൊബൈൽ ഫോൺ ഉപയോഗം, കമ്പ്യൂട്ടർ ഉപയോഗം, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കണ്ടിന്യൂസ് ഇരുന്ന് വായിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ് ഡോക്ടറെ, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഇയർഫോണിൻ്റെ ഉപയോഗം, അത് നമ്മൾ ഈ വയർലെസ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വയറുള്ള മൈക്കും വയറുള്ള ഇയർഫോണും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത് രണ്ടിലും ഏറ്റവും കൂടുതൽ പിന്നെ ബെറ്റർ എന്ന് ഡോക്ടർക്ക് തോന്നിയത് എന്താണ്? ബെറ്റർ അല്ലാന്ന് തോന്നുന്നു എനിക്ക് രണ്ടും, പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ ഏതാണ്? ഈ സൗണ്ടിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ലൗഡ്നെസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മിക്ക ഫോണുകളിലും ഇയർഫോണുകളിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിന് മേലൊക്കെ സൗണ്ട് പോകുമ്പോൾ അത് ബീറ്റ് വയേർഡ് ഓർ വയർലെസ്, അതിലൊരു അലാം തരും, ഫോണുകളിലൊരു അലാം തരും അത് എക്സസീവ് ലൗഡ് ആകുന്നുണ്ടെന്നുള്ളത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഏറ്റവും നല്ലത് ഇത് ഉപയോഗിക്കാതിരിക്കലാണ്. നമ്മൾ പുറത്തുനിന്നുള്ളതാകുമ്പോൾ ബാക്കി നോയ്സ് ഒന്നും ക്യാൻസൽ ആവുന്നില്ല, എല്ലാം കൂടി ആകുമ്പോൾ ഇതിൻ്റെ സൗണ്ട് വൃത്തം കുറയും. പിന്നെ ചെവിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് എല്ലാ സൗണ്ടിനെയും ക്യാപ്ചർ ചെയ്യാനുള്ള ഷേപ്പാണ്. അതിനെ നാരോ ഡൗൺ ചെയ്തിട്ട് അതിനെ ഫോക്കസ് ചെയ്യുന്നതാണ് ചെവിൻ്റെ പണി. നമ്മൾ ഓൾറെഡി ഇയർഫോൺസ് വെച്ച് ചെയ്യുമ്പോൾ അത് ഓൾറെഡി നാരോ ഡൗൺ ആണ്. മാത്രമല്ല ഇതിൽ ആവശ്യമില്ലാത്ത സൗണ്ടുകൾ റിജക്റ്റ് ചെയ്യാനുള്ള ചെവിൻ്റെ ഒരു കഴിവുണ്ടല്ലോ, അതിനെ ഇത് ബ്ലോക്ക് ചെയ്യും. ഈ വയേർഡും വയർലെസ്സും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി പഠനങ്ങൾ പ്രകാരം ഇത് തമ്മിൽ വലിയ മാറ്റമുള്ളതായിട്ട് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ അടുത്തായിട്ട് വയർലെസ് ഇയർഫോണുകളോട് ഒരു അകൽച്ച ആൾക്കാർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്, പെർട്ടിക്കുലർലി സെലിബ്രിറ്റീസൊക്കെ വയറിലേക്ക് മാറുന്നത്. എൻ്റെ ഒരു കോൺസെപ്റ്റ് ചോദിക്കുകയാണെങ്കിൽ പിന്നെ അതൊരു ഭയങ്കരമായ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം റേഡിയേഷനാണ് നിങ്ങളെ കൺസേൺ എങ്കിൽ ഈ ബ്ലൂടൂത്ത് അത്രയും റേഡിയേഷൻ കാരണം അസുഖം ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല ബ്ലൂടൂത്ത് റേഡിയേഷൻസ്. അതങ്ങനെ ബോഡിയായിട്ട് വല്ലാണ്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. പക്ഷേ വയർലെസ് ഇയർഫോൺ ഹീറ്റപ്പ് ആവും ചെറിയ രീതിയിൽ, കാരണം അത് ഹീറ്റപ്പ് ആവും. അത്രയും വയേർഡ് ഇയർഫോൺസ് ഹീറ്റപ്പ് ആവില്ല. അതുകൊണ്ട് ആ ഹീറ്റ് കാരണം ചെവിക്കുണ്ടാകുന്ന ചെറിയ ഡാമേജസ്, ആ ഹീറ്റ് ചെവിൻ്റെ നേരെ മുകളിലുള്ള ബ്രെയിനിലേക്ക് കണ്ടക്ട് ആവാം. ഇത് രണ്ടും സെപ്പറേറ്റ് ആൻഡ് ചെറിയൊരു പീസ് ബോൺ അവിടെ ഉള്ളത്. അത് കാരണം ബ്രെയിനിൽ ആ ഹീറ്റ് കാരണം ഉണ്ടാകുന്ന ചേഞ്ചസ് നോട്ട് ചെയ്തിട്ടുണ്ട് ഇൻ റിസർച്ചസ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വയേർഡാണ് നല്ലത്. ബട്ട് ഇഫ് യു ആസ്ക് മീ ഏറ്റവും നല്ലത് ഏതാണെന്ന് വെച്ചാൽ സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ അതും ലൗഡാകാതെ, അതും അല്ലെങ്കിൽ ഹെഡ്ഫോൺസ്. കാരണം ഈ രണ്ട് വയർലെസ് ആണെങ്കിലും വയർഡ് ആണെങ്കിലും വാക്സിനെ, ചെവിൻ്റെ പുറത്തേക്ക് വാക്സിനെ സ്വയം തള്ളാനുള്ള ചെവിൻ്റെ കഴിവിനെ ഇത് ബാധിക്കും. അതവിടെ ബ്ലോക്ക് ആവപ്പെടും.
നമ്മൾ ഈ ചെവിയിൽ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ചൊരു സമയം കഴിയുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുന്നില്ലേ? അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ? ആ വേദനയുടെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഹീറ്റിങ്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. വല്ലാണ്ട് ചൂടൊന്നാവില്ല, ചെറിയ രീതിയിൽ ചൂടാവും. അപ്പം നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരുപാട് നേരം ഉപയോഗിക്കുകയാണെങ്കിൽ ഫോൺ ചൂടാവില്ല. അതുപോലെ തന്നെ ഇത് ഒരുപാട് നേരം ഉപയോഗിക്കുമ്പോൾ എന്തായാലും ചൂടാവും. അത് കാരണമാണ് ചെയ്യാവുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് റിലീസ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ഉപയോഗിക്കാം, ആകുന്നത്രയും ഒഴിവാക്കാം. ഹെഡ്ഫോൺസ് ആകുമ്പോൾ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ സ്പീക്കേഴ്സ്. അത് കഴിഞ്ഞിട്ട് ഇത് വരുള്ളൂ. ആ വേദന വരുന്നത് ഒരു സൈനാണ് ആക്ച്വലി. കണ്ടിന്യൂസ്ലി നമ്മളെ ചെവിക്ക് ഇതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് എടുത്ത് മാറ്റുക, അതാണ് അതിന് ഒരേ ഒരു വഴിയുള്ളത്. അത് മാറ്റാൻ വേറെ വഴിയില്ല. അതെ അതെ. പിന്നെ ഈ കുഞ്ഞള് ചെവി വേദനയൊക്കെ ഉണ്ടാവൂലേ? അപ്പോൾ ഈ കുഞ്ഞളെ ചെവി ടെസ്റ്റ് ചെയ്യേണ്ടത് ഏത് സമയത്താണ്? ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു കുട്ടികൾ ജനിക്കുമ്പം തന്നെ എല്ലാവരും ടെസ്റ്റൊക്കെ, അതായത് പിന്നെ OAE എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്തിട്ടാണ്, ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്തിട്ടാണ് വിടുന്നത്. മിക്ക കുട്ടികൾക്ക് അത് കേൾവിണ്ടാകാൻ വേണ്ട. ബേസിക്കലി കുട്ടികൾക്ക് റിയാക്ട് ചെയ്യാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആകെ പറ്റുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ ചെവിൻ്റെ അകത്തുള്ള ഞരമ്പുകൾ ഡയറക്റ്റ് ട്രിഗർ ചെയ്യുന്ന ടെസ്റ്റുകൾ കൊടുക്കുക. അതാണ് ഈ OAE എന്ന് പറയുന്ന ടെസ്റ്റ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങാനും അത് നെഗറ്റീവ് ആണെങ്കിൽ, വിച്ച് മീൻസ് കുട്ടിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ, അത് ഉടനെ നമ്മൾ പാനിക്കാവേണ്ടതില്ല. കുറേ സാധ്യതകളുണ്ട്. ഒന്ന്, കുട്ടികളുടെ ചെവി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്, ഈ സൗണ്ട് അകത്തേക്ക് പോയിട്ടുണ്ടാണെന്ന് നിർബന്ധമില്ല. രണ്ട്, ജനിച്ച ഉടനെ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചെവിൻ്റെ അകത്ത് ചിലപ്പം ജനിക്കുന്ന സമയത്ത് ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന നീരൊക്കെ തന്നെ അതിനകത്ത് കെട്ടി നിന്നിട്ടുണ്ടാകും. അതല്ലെങ്കിൽ വാക്സ് ഉണ്ടാകും. കുറച്ച് കാലം കഴിയുമ്പോൾ അത് ഇളകി പോകും. അപ്പോൾ ഒരു 6 months ആകുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. അതിന് മുന്നേ വേണമെങ്കിൽ 1.5 month, 45 ദിവസം ആകുമ്പോൾ റിപ്പീറ്റ് ചെയ്യാം. ഒരു 6 മാസം ആകുമ്പോൾ റിപ്പീറ്റ് ചെയ്യാം. അതൊക്കെ നെഗറ്റീവ് ആണെങ്കിലാണ്. പോസിറ്റീവ് ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എന്നിട്ടും നെഗറ്റീവ് ആണെങ്കിൽ 1 year വരെ റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ടും നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത ലെവൽ ടെസ്റ്റിങ്ങിലേക്കൊക്കെ പോകേണ്ടതുള്ളൂ. അപ്പോൾ ജനിക്കുമ്പോൾ എന്തായാലും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നെഗറ്റീവ് ആണെങ്കിൽ 1.5 month, 6 months, 1 year, അങ്ങനെയാണ് എൻ്റെ കണക്ക്. പിന്നെ നമ്മൾ ഇപ്പം ഏകദേശം സ്ഥലത്ത് ഞാൻ കാണാറുള്ളത്, എൻ്റെ ഫ്രണ്ട്സിൽ കുറേ പേർക്ക് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, ഈ മൈഗ്രെയിൻ ഒരു പ്രായം എത്തിയാൽ അത് തീർത്തും മാറുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് കേട്ടതാണ്, എനിക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതൽ. എന്താണ് അതിൻ്റെ വസ്തുത? അത് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് ഈ പറഞ്ഞ പിന്നെ നമ്മുടെ ഈ ചെവി, മൂക്ക്, തൊണ്ട തമ്മിലുള്ള ഇമ്പോർട്ടൻസ് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് വരേണ്ടതായിരുന്നു ആക്ച്വലി മൈഗ്രെയിൻ്റെ കാര്യം. കാരണം നമ്മുടെ ജോലി ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് എല്ലാവർക്കും. ജോലി മാത്രമല്ല, കുട്ടികൾ ജനിച്ചപ്പോൾ തൊട്ട് സ്ട്രെസ്ഡാണ്. അവരൊരു സ്കൂളിൽ പോയപ്പോൾ തൊട്ട് നമ്മൾ എന്താണ് ചെറുപ്പം തൊട്ട് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? മറ്റുള്ളവരെക്കാളും നന്നാവണം. നമുക്ക് കൂട്ടുകാരല്ല ഉള്ളത്, കോമ്പറ്റീറ്റേഴ്സാണ് എല്ലായിടത്തും. അത് മരണം വരെ അത് നമ്മളൊരു മത്സരത്തിലാണ്. എവിടെ പോയാലും ഒരു മത്സരമാണ്. അപ്പോൾ ആ മത്സരം കുട്ടികൾക്ക് കൊടുക്കുന്ന സ്ട്രെസ് ചില്ലറല്ല. അപ്പോൾ ആ സ്ട്രെസ്സാണ്. അതുപോലെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗം, പഠിക്കുന്ന കാലത്ത് പുസ്തകം ഉപയോഗം. ഈ പുസ്തകം പലരും മറന്നു പോകുന്ന കാര്യമാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടവർക്ക് വായിക്കുന്നു പറയും, പക്ഷേ പുസ്തകം വായനയും കണ്ടിന്യൂസ് റീഡിങ് പ്രശ്നമാണ്. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ഇതാണ് ഈ തലവേദന എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രായം എത്തുമ്പം ഇത് മാറും എന്നുള്ളത് ഒരു പരിധി വരെ ശരിയാന്ന് പറയാം. അത് എന്തുകൊണ്ടാണ്? ഓരോരുത്തർക്കും ഓരോ പ്രായം, ഒരു ഫിക്സ്ഡ് പ്രായം പറയാൻ പറ്റില്ല. സ്വിച്ച് ഇട്ട പോലെ ഇതിന് മാറാൻ പറ്റില്ലല്ലോ. നമ്മളൊരു പ്രായം എത്തുമ്പോൾ ഇതിനൊക്കെ ടാക്കിൾ ചെയ്യാൻ പഠിക്കും. അപ്പം നമ്മൾക്ക് മനസ്സിലാവും ഇതൊന്നും അല്ല കാര്യം. ഇപ്പോൾ സിമ്പിളായിട്ട് പറയാം, നമ്മൾക്ക് പലർക്കും 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഇട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ എത്ര ആൾക്കാർ അത് പിന്നീട് ഉപയോഗിച്ചിട്ടുണ്ടാകും മാർക്ക് ഷീറ്റ്. നമുക്കൊരു ഐഡി പ്രൂഫ് മാത്രമാണത്. അതൊരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തിരിച്ചറിയും ഇതിലൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ സ്ട്രെസ് അങ്ങ് കുറയും. അപ്പോൾ തലവേദന മാറും. അത്രേ ഉള്ളൂ. സ്ട്രെസ്സാണ് ഇതിൻ്റെ റീസൺ, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ. ഈ മൈഗ്രെയിൻ വരുന്ന സമയത്ത് തലകറക്കം ഉണ്ടാവും? മൈഗ്രെയിൻ പല രീതിയിൽ വരാം. തലകറക്കം ഇപ്പോൾ ഭയങ്കര കോമൺ ആണ്. കാരണം മൈഗ്രെയിൻ എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതുവരെയുള്ള കണ്ടെത്തലുകളിലും തിയറീസിലൊക്കെ പറയുന്നത് അതൊരു എന്താ പറയുക, ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. എന്ന് പറഞ്ഞാൽ ഞരമ്പിൻ്റെ കണ്ടക്ഷനാണ് ഇത് ബാധിക്കുക. അപ്പം ഇത് ബ്രെയിനിൻ്റെ ചുറ്റിലുള്ള ഞരമ്പുകളുടെ, രക്തനാളികളല്ല, ഞരമ്പുകളുടെ കണ്ടക്ഷനെ ബാധിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന വേരിയേഷൻസിന്, അതായത് ബേസിക്കലി നമ്മുടെ റുട്ടീനിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് ഈ പറഞ്ഞ ഞരമ്പുകളെ ട്രിഗർ ചെയ്യുന്നതും എക്സസീവായ സ്ട്രെസ് വരുമ്പോൾ ഉണ്ടാകുന്ന ട്രിഗേഴ്സൊക്കെയാണ് ഇതിന് കാരണം. ഈ ബ്രെയിനിൻ്റെ തൊട്ട് താഴെയാണ് കണ്ണും ചെവി ഇരിക്കുന്നത്, മൂക്കും. ഒരു പാർട്ടീഷനുള്ള സ്കൾ ബേസ് എന്ന് പറയുന്നത് തൊട്ട് താഴെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ബ്രെയിൻ വിട്ടാൽ പിന്നെ നേരെ ഇതിനെ ബാധിക്കുക. മിക്ക മൈഗ്രെയിനുള്ള ആൾക്കാർക്കും ഒന്നെങ്കിൽ ഒരു കണ്ണ് വല പിടിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ മൂക്കിൻ്റെ സ്മെല്ല് എന്തെങ്കിലും പ്രശ്നം, സ്മെല്ലടിക്കുമ്പോഴേക്കും ഇത് കൂടുക, അതല്ലെങ്കിൽ കാലക്രമേണ കേൾവി കുറയാം, തലകറക്കം വരാം. കുറേ തൊട്ടടുത്താണ്. ഇനി ഒരു രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മൈഗ്രെയിൻ ചില ആൾക്കാർക്ക് മുഖം കോടിപ്പോകാറുണ്ട്, ഫേഷ്യൽ പാൾസി എന്ന് പറയും. വളരെ റെയറാണ്. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്, പ്രൂവ് ചെയ്തത് ഫസ്റ്റായിട്ട്. കുറച്ച് വർഷമായിട്ടുള്ളൂ. എനിക്കൊരു കേസ് ഇവിടെ കാഞ്ഞങ്ങാട് തന്നെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ വരുമ്പോൾ ഓരോ പ്രാവശ്യം മുഖം കോടിപ്പോവും, മരുന്ന് കൊടുത്താൽ
മൈഗ്രെയിൻ തലവേദന പറയുമ്പോൾ പ്രായമുണ്ടോ അതിന് പ്രായമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും വരാം. ഈ ഞാൻ പറഞ്ഞ പേഷ്യൻ്റ് ഒരു സ്ത്രീയാണ്, നല്ല പ്രായമുള്ള ആളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രായം ഇതിനൊരു പരിഗണന അല്ല, ഒരു പ്രായത്തിൽ ഇമ്പ്രൂവ് ആണെന്നില്ല. പക്ഷെ പുതിയ തലമുറയിൽ അത് ഇമ്പ്രൂവ് ആകുന്നതിന് കാരണം അത് കോപ്പ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ തലകറക്കം വരാം, കേൾവി കുറവ് വരാം, ഒക്കെ വരാം. പിന്നെ നമ്മൾ ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ വായനയിൽ പ്രശ്നം കുറേ നേരം വായിച്ചാൽ, നമ്മൾ ഈ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് വായിക്കുന്നവരാണെങ്കിൽ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഈ വണ്ടിയിൽ പോകുമ്പോൾ നീ ദയവ് ചെയ്ത് വായിക്കില്ലെന്ന്. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഫോട്ടോ സെൻസിറ്റിവിറ്റി. അതായത് ചില ആൾക്കാർക്ക്, പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരെ, അവർ ഓടിക്കൊണ്ടിരിക്കുമ്പം വായിക്കുകയാണെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ്, നമ്മൾ ചുറ്റിലും അന്തരീക്ഷം മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അത് ബ്രെയിനിന് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ഒരു ട്രിഗർ ഫാക്ടറായിട്ട് അവിടെ കിടക്കും. ആ ട്രിഗർ ഉള്ളത് കാരണം തലവേദന വരാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ കണക്റ്റഡ് ആണ്, ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. അത് ആ ഒരു നമ്മുടെ ചെവി എടുത്തുകൊണ്ടിരിക്കുന്ന ഇമ്പൾസ് എന്ന് പറയുന്നത് നമ്മൾ മൂവ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പം കണ്ണിന് കിട്ടുന്ന ഇമ്പൾസ് നമ്മൾ ഒരിടത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഇത് തമ്മിൽ മാച്ച് ആവുന്നില്ല. ആ ഒരു മിസ്മാച്ച് ആണ് ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആയിട്ട് അത് പെയിൻ ആയിട്ട് അനുഭവപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ളവർ വായിക്കാതിരിക്കണം യാത്ര ചെയ്യുമ്പോൾ. അത് മിക്ക ആൾക്കാർക്കും വരാം. പിന്നെ നമ്മുടെ പഴയ ആൾക്കാരില്ലേ, നമ്മുടെ തലമുറ, മുമ്പത്തെ തലമുറ, അവരൊക്കെ ഇപ്പം നമുക്ക് ചെവി വേദന വന്നാൽ പെട്ടെന്ന് പറയാ എണ്ണ ഒഴിക്കൂ, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, അതോ അങ്ങനെ ഒഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ചെവി വേദനയുടെ കാരണം ഏതൊരു അസുഖത്തിനും ലക്ഷണവും അസുഖവും ഉണ്ട്. ലക്ഷണം ആണ് വേദന. അസുഖത്തിന് ലക്ഷണമാണ് വേദന. അപ്പോൾ ചെവി വേദനയുടെ കാരണം കണ്ടെത്താതെ അതിനെ ചികിത്സിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെവിൻ്റെ അകത്തേക്ക് വല്ല പ്രാണിയും പോയതാണെങ്കിൽ അത് കാരണമുള്ള വേദനയാണെങ്കിൽ ചിലപ്പം ഈ പറഞ്ഞ പോലെ എണ്ണയോ വെള്ളമോ ഒഴിച്ചാൽ നിങ്ങൾക്ക് ഗുണം കിട്ടും. പക്ഷെ അത് വാക്സ് ആണെങ്കിൽ മേ ബി തൽക്കാലത്തേക്കൊന്നും വേദന മാറിയേക്കാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് വരും. അപ്പോൾ അത് കംപ്ലീറ്റ് റിലീഫ് അല്ല, വല്ലാണ്ട് സജസ്റ്റ് ചെയ്യാനും പറ്റില്ല. ആക്ച്വലി സ്പീക്കിംഗ് അത് കറക്റ്റ് അതിൻ്റെ കാരണം കണ്ടെത്തി അതിനുള്ള മരുന്നുകളാണ് കൊടുക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ടിനിറ്റസ് എന്ന് പറയുന്നത് എന്താണ്? ചെവിയിൽ ഒരു മൂളലാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്താണ് അതിൻ്റെ കൂടുതലായിട്ട് എന്നെ പോലെ തന്നെ അറിയാൻ പ്രേക്ഷകർക്കും ആകാംക്ഷയുണ്ടാവും. ഡോക്ടർ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ടിനിറ്റസ് ചെവിവേദന പോലെ തന്നെ ഒരു ലക്ഷണം മാത്രമാണ് അസുഖത്തിൻ്റെ. ചെവിൻ്റെ അകത്ത് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു 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 ലക്ഷണമാണ് ടിനിറ്റസ്. ടിനിറ്റസ് എന്ന് പറഞ്ഞാൽ ചെവിക്കകത്തുള്ള മൂളൽ മാത്രമല്ല, ചില ആൾക്കാർക്ക് അതൊരു എന്താ പറയുക ബെല്ലടിക്കുന്നത് പോലത്തെ ശബ്ദമായിരിക്കാം. അങ്ങനെ പല ശബ്ദത്തിലും വരാം. അപ്പോൾ ബേസിക്കലി ചെവിക്കകത്തുള്ള വളരെ ചെറിയ ബോൺസ് ഉണ്ട്. ശരീരത്തിൻ്റെ അകത്തുള്ള ഏറ്റവും ചെറിയ ബോൺസ് ഉള്ള ചെവിക്കകത്താണ്. ആ ബോൺസിൻ്റെ മൂവ്മെൻറ്റ്സ് കാരണം ഉണ്ടാകുന്ന സൗണ്ടാണ് ബേസിക്കലി ടിനിറ്റസ്. നോർമലി അത് തന്നെ ചെവിൻ്റെ അകത്ത് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് കേൾക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ചുറ്റിലുള്ള ശബ്ദം എന്ന് പറയുന്നത് ഇതിലൊച്ചത്തിലുള്ളതാണ്, അതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ചുറ്റിലും എന്തെങ്കിലുമുള്ള ശബ്ദം ചെവിക്കകത്തേക്ക് കണ്ടക്ട് ചെയ്യാൻ ചെവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അകത്തുള്ള ശബ്ദം കേട്ടു തുടങ്ങും. ആ ശബ്ദത്തിൽ പുറത്തുള്ള കുറയുമ്പോൾ. അപ്പോൾ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ചെവി കേൾവി കുറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഈ ലക്ഷണം വരിക. തലകറക്കത്തോടു കൂടി ഉണ്ടാവാറുണ്ട്, മൈഗ്രെയിൻ്റെ കൂടി ഉണ്ടാവാറുണ്ട്. അപ്പം അതൊരു ലക്ഷണം മാത്രമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ പോയി ചെക്കപ്പ് ചെയ്യുക, അതിൻ്റെ കാരണം കണ്ടെത്തുക, അതിനെ ചികിത്സിക്കുക. നമ്മുടെ ഈ കൂർക്കം വലി പൊതുവെ അങ്ങനെ വലിയ ഒരു അസുഖമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് വിട്ട് കളയുന്നതാണ്. പക്ഷെ ആ കൂർക്കം വലി കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൂർക്കം വലി ഒരു ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്, നമുക്കതറിയില്ല. പക്ഷെ കൂടെയുള്ള പാർട്ട്ണർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. സോ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ അതിനൊരു അസുഖമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ അതും ഒരു സിവിയറായ ഒരു അസുഖത്തിൻ്റെ ലക്ഷണമാണ്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്കകത്തേക്ക് ആവശ്യത്തിന് എയർ എടുക്കാൻ വായിക്കോ മൂക്കിനോ പറ്റുന്നില്ലെങ്കിൽ, ബേസിക്കലി ഉറങ്ങുമ്പോൾ മൂക്കിലൂടെയാണല്ലോ ശ്വാസം എടുക്കുക. അപ്പോൾ അത് പറ്റാതിരിക്കുമ്പോൾ, അത് ആവശ്യത്തിന് സ്പേസ് ഇല്ലാതിരിക്കുമ്പോൾ കൂടുതൽ ഫോഴ്സ്ഫുള്ളി നമ്മൾ ശ്വാസം എടുക്കും. അപ്പോൾ ചുറ്റിലുണ്ടാകുന്ന മാംസങ്ങൾക്ക് ഉണ്ടാകുന്ന അനക്കത്തിനാണ് നമുക്ക് കൂർക്കം വലിയായിട്ട് അനുഭവപ്പെടുന്നത്. വിച്ച് മീൻസ് അയാൾ ബ്രീത്ത് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നാണ്. ഇത് കുട്ടികൾക്കാവാം മുതിർന്നവർക്കാവാം. അപ്പോൾ എന്താ അതിനർത്ഥം? ബോഡിക്കകത്തെത്തുന്ന ഓക്സിജൻ്റെ അളവ് കുറവാണ്. ഈ ഓക്സിജൻ ബോഡീൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് എത്തുന്നതും കുറവായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? മറ്റു ഭാഗങ്ങളിൽ സ്ട്രെയിൻ വരും. കാലക്രമേണയുള്ള ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ട്, ലങ്സിൻ്റെ ബുദ്ധിമുട്ടിലേക്കൊക്കെ ഇത് എത്താൻ ചാൻസ് ഉണ്ട്. മിക്ക ആൾക്കാരും വളരെ എന്താ പറയുക സങ്കടമാണ്, അവർക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. നമ്മളത് ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, അതായത് നമ്മളോട് നമ്മുടെ പാർട്ട്ണർ പറയുകയാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ പോയി ചെക്കപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഭാവിയിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ബുദ്ധിമുട്ടുകൾ ഉദ്ദേശിക്കുന്നത് ഹാർട്ടിനും ലങ്സിനും മറ്റ് ഓർഗൻസിനും വരെ അത് ബാധിക്കാം. അപ്പോൾ അതിനെ നേരത്തെ ട്രീറ്റ് ചെയ്ത് അതൊരു പ്രിവെൻഷനായിട്ട് കാണും. നമ്മൾ നേരത്തെ ചെറിയ കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, ചെവി ക്ലീൻ ചെയ്യേണ്ട എപ്പോഴാണ്? അപ്പോൾ ഈ വലിയവരില്ലേ, നമ്മളെ പോലെ മുതിർന്നവരില്ലേ, അവർ എപ്പോഴാണ് ഈ നമ്മളൊന്നും പൊതുവേ
ചെവിക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. എന്തെങ്കിലും വേദന വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക. അപ്പം എങ്ങനെയാണത്? നോർമലി നമ്മുടെ ബോഡീൻ്റെ ഇന്റേണൽ ഓർഗൻസിൽ നിന്ന് നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ലല്ലോ. ഇല്ല. അതുപോലെ മൂക്കും നമ്മൾ ക്ലീൻ ചെയ്യാറില്ല. നമ്മളാകെ ക്ലീൻ ചെയ്യുന്ന പല്ല് മാത്രം. ഈ ചെവിൻ്റെ അകത്ത് ഉള്ള ഭാഗങ്ങൾക്ക്, അതുപോലെ മൂക്കിൻ്റെ അകത്തൊക്കെയുള്ള ഭാഗങ്ങൾക്ക് ഇതിനെ സ്വയം ക്ലീൻ ചെയ്യാനുള്ളൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനൊരു പ്രത്യേക പാറ്റേണിൽ അത് സ്വയം ക്ലീൻ ചെയ്യും. അപ്പോൾ ചെവിൻ്റെ കാര്യം നിങ്ങൾ ചോദിച്ചതുകൊണ്ട്, ചെവിൻ്റെ അകത്തുള്ള വാക്സ് എന്നുള്ളത് ആക്ച്വലി ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്. ചെവി തന്നെ ചെവിൻ്റെ അകത്തേക്ക് പ്രാണികളോ പൊടിയോ ഒക്കെ പോകുമ്പോൾ അതിനെ അകത്ത് കയറാതിരിക്കാൻ ട്രാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തരം ഗ്ലൂ ആണ് വാക്സ്. അത് ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പുറന്തള്ളണം. അതിന് ബോഡിക്ക് ചെവിക്ക് സ്വയം മെക്കാനിസം ഉണ്ട്. അത് പുറത്ത് വന്ന് ഇവിടെ നിൽക്കും. ആകെ ചെയ്യേണ്ടത് ചെവിൻ്റെ അകത്തേക്കൊന്നും ചെയ്യേണ്ടതില്ല. കുളിച്ച് കഴിഞ്ഞാൽ ഈ പുറം ഭാഗം മാത്രം ഒന്ന് ക്ലീൻ ചെയ്യാം. നമുക്ക് കുളിച്ച് കഴിഞ്ഞ ഉടനെ കുറച്ച് നേരത്തേക്ക് ചെവിക്കത്ത് ചെറിയൊരു ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നത് ആക്ച്വലി നല്ലതാണ്. ആ സമയത്ത് അതിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കൊടുക്കുക, പുറം ഭാഗം ക്ലീൻ ചെയ്യുക, അത്ര ചെയ്യാനുള്ളൂ. പിന്നെ നമ്മൾ ഈ മൂക്കിൽ ദശ എന്ന് പറയില്ലേ, പക്ഷെ ഞാൻ അത് കേട്ടിട്ടുണ്ട്, കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണത്? മൂക്കിൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മൂക്കിൻ്റെ അത് 2 ഭാഗത്തും ചെറിയ ദശകൾ നമുക്ക് കാണാൻ പറ്റും. അത് കണ്ട് പേടിച്ചിട്ടാണ് പലരും വരിക. ആക്ച്വലി അത് നോർമലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെവിൻ്റെ അകത്തുള്ള പോലെ തന്നെ മൂക്കിൻ്റെ അകത്തുള്ള പ്രൊട്ടക്റ്റീവ് ലെയറാണ് കഫം. അതിൻ്റെ അളവ് കൂടുമ്പോഴാണ് കുഴപ്പം. അതിനെ പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ അകത്തേക്ക് എടുത്തിട്ട് തൊണ്ടയിലേക്ക് പുഷ് ചെയ്യാനാണ് ഈ ദശകളൊക്കെ സഹായിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ അലർജീൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് പൊടി എക്സ്പോഷർ, ക്ലൈമറ്റ് വേരിയേഷൻസിലൊക്കെ എക്സ്പോഷർ വരുന്ന ആൾക്കാർക്ക് കഫത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. കാരണം എന്താ? കൂടുതൽ പൊടിയോ കൂടുതൽ തണുത്ത കാറ്റോ അകത്തേക്ക് കയറുന്നുണ്ടാവും. അപ്പോൾ ഇത് കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ദശൻ്റെ സൈസ് കൂടാം. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബോൺസിൻ്റെ സൈസ് കൂടാം, അതിൻ്റെ മേലെയുള്ള സ്കിന്നിൻ്റെ സൈസ് കൂടാം. അതും പോരെങ്കിൽ അത് വളർന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം. അന്നേരം അതിനാണ് നമ്മൾ കൂടുതൽ ആൾക്കാർ കണ്ടിട്ട് പേടിക്കുന്നത്. അപ്പം ദശ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കേണ്ടതില്ല. അതിനും കാരണം എന്താണെന്ന് കണ്ടെത്തി ട്രീറ്റ് ദശൻ്റെ സൈസ് കുറഞ്ഞോളും. അപ്പം മൂക്കിലെ ദശ എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. പിന്നെ നോർമലുള്ളത് കുറച്ച് സൈസ് കൂടുന്നുണ്ട്, അബ്നോർമലായിട്ട് വരുന്നതുണ്ട്. അബ്നോർമലായിട്ട് വരുന്നതിനെ പോളിപ്പ് എന്ന് പറയും. അതുണ്ടോയെന്ന് മനസ്സിലാവണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് തന്നെ നോക്കണം, എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് നോക്കണം, CT സ്കാനൊക്കെ ചെയ്ത് നോക്കണം. പക്ഷെ അത് ഉണ്ടാവില്ല കുറവാണ്. അപ്പോൾ മൂക്കിലെ ദശ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആക്ച്വലി നോർമലാണ്, ബോൺസൊക്കെ. പക്ഷെ അതിൻ്റെ സൈസ് കൂടുകയാണെങ്കിൽ അവിടെയാണ് അത് അബ്നോർമൽ ആവുന്നത്. അതൊരു എൻഡോസ്കോപ്പിയിലൂടെ അല്ലെങ്കിൽ ചെക്കപ്പിലൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ കുട്ടികളെയൊക്കെ കുളിപ്പിക്കുമ്പോൾ ഞാൻ അത്രയും കുറേ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നത്. എന്താ വെച്ചാൽ എനിക്ക് കാഷ്വൽ ടോക്കാണ് ഇഷ്ടം ഇന്റർവ്യൂവിൽ. അപ്പം ഞാൻ ചോദിക്കുന്നത് എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ കുട്ടികളെ കുളിപ്പിക്കുമ്പം നമ്മൾ ഈ ചെവിയിൽ നമ്മൾ സോപ്പിന്റെ ഇതൊക്കെ പോവില്ലേ, അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കോ? ചെവിന്റെ അകത്തേക്ക് പോകുന്ന സോപ്പ് നമ്മളിപ്പം സോപ്പ് തേക്കുമ്പോൾ ജസ്റ്റ് അത് ചെവിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കോ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെവിക്ക് അതിന് പുറന്തള്ളാനുള്ള കഴിവുണ്ട്. ചെവിൻ്റെ അകത്തുള്ള സ്കിന്ന് ഡിസൈൻഡ് അങ്ങനെയാണ്. അതിൻ്റെ അകത്തുള്ള പോർഷൻ എപ്പോഴും പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും കുറച്ച് അതിനകത്ത് ബ്ലോക്ക് ആയി കഴിഞ്ഞാലും കുറച്ച് നേരം സമയം കൊടുത്താൽ ഓഫ് കോഴ്സ് കുഞ്ഞുക്ക് ആ സമയത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, ചൊറിച്ചിലൊക്കെ ഉണ്ടാവും, ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. കുറച്ച് സമയം കൊടുത്താൽ അത് പുറത്തേക്ക് വരും. പക്ഷെ റിപ്പീറ്റഡ്ലി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ട്രാപ്പ് ആവുന്നുണ്ടെന്നാണ്. അപ്പം നമ്മളത് ക്ലീൻ ചെയ്യാൻ നോക്കരുത്. അവിടെയാണ് ഡോക്ടറിൻ്റെ സഹായം വേണ്ടി വരിക. അപ്പോൾ നോക്കിയിട്ട് എടുത്താൽ മതി. അത് കാരണം ഇൻഫെക്ഷൻ ആവും എന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, പക്ഷേ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ പ്രാണികളൊക്കെ, ചെറു പ്രാണികളൊക്കെ നമ്മൾ ചിലപ്പോൾ ഉറക്കത്തിലാണെങ്കിലും ചെവിൻ്റെ അകത്ത് കയറിയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പലർക്കും അറിയില്ല, പലര് ടോർച്ച് അടിച്ച് നോക്കും. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പെട്ടെന്ന്? പ്രാണികൾ എനിക്കൊന്നും ഏറ്റവും കൂടുതൽ കയറുക ബൈക്കിൽ പോകുമ്പോഴാണ്. ഹെൽമെറ്റ് ഇട്ട് അതിൻ്റെ അകത്ത് കൂടെ കയറുന്ന അങ്ങനെ പറയാറുണ്ട് ആൾക്കാർ. രാത്രി ഉറങ്ങുമ്പോഴും കയറാം. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആ പ്രാണി ജീവനോടെ ഉണ്ടോയെന്നാണ് നമ്മൾ അറിയേണ്ടത്. ലൈറ്റ് അടിച്ച് നോക്കാം. ഇപ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ മിക്ക പ്രാണികൾക്കും ലൈറ്റിനോടൊരു അട്രാക്ഷൻ ഉണ്ട്. കുറച്ച് നേരം ലൈറ്റ് ഇങ്ങനെ അടിച്ചു പിടിച്ചാൽ അത് അവിടെ സ്റ്റക്ക് അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് സ്റ്റക്ക് അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരും. പക്ഷേ അതവിടെ സ്റ്റക്കാണെന്ന് വിചാരിക്കുക, അതിന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ നമ്മുടെ സഹായം വേണം. അപ്പോൾ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അത് എടുക്കാം, പക്ഷെ അപ്പോൾ വേദന ഉണ്ടാവും. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചില ആൾക്കാർ വേറെ എന്തൊക്കെയോ പെറോക്സൈഡ് പോലത്തെ ആസിഡൊക്കെ എടുത്ത് ഒഴിക്കാറുണ്ട്. ആസിഡ് നല്ല അതിനെ പറയുന്നത് ഈ നഖത്തിൻ്റെ കുഴിനഖത്തിനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മെഡിസിൻ ഉണ്ട് പൊടി വരാൻ വേണ്ടി, അതൊക്കെ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. അത്ര നല്ലതല്ല, കാരണം ചെവിൻ്റെ അകത്തുള്ള ഈ സ്കിന്നിൻ്റെ അവസ്ഥ നമുക്ക് അറിയില്ലല്ലോ. ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചാൽ അതവിടെ ഒന്നെങ്കിൽ മരിക്കും അല്ലെങ്കിൽ സ്റ്റക്കായി പോകും. അപ്പോൾ പിന്നെ നനങ്ങില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എടുക്കണം. അതവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അത് ഇൻഫെക്റ്റഡ് ആവും. എന്താണ് ഈ സൈനസ്? സൈനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. കാരണം സൈനസ് എന്താണുള്ളത് ഭയങ്കര കൺഫ്യൂസിങ് സംഭവം. അതായത് സ്കള്ളിൻ്റെ അകത്ത് ബേസിക്കലി
മൂക്കിൻ്റെ 2 വശങ്ങളിലായിട്ട് കണ്ണിൻ്റെ മൂക്കിൻ്റെ ഇടയിൽ മേളിൽ പിറകിലൊക്കെ ആയിട്ട് മൂക്കിൻ്റെ അകത്തേക്ക് കഫം വരണമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു പൊടിയൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് കഫം സെക്രേറ്റ് ചെയ്തിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് സെക്രേറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഹൗസായിട്ട് കാണാം. അത് സെക്രീഷൻ കൂടുതൽ സംഭവിക്കുന്നത് സൈനസ് ഉള്ള. അതാണ് സൈനസ്. സൈനസിന് 2 ഭാഗത്തുള്ള ചെറിയൊരു ഹോളോ സ്പേസ് ആണ് ബേസിക്കലി. 2 ഭാഗത്തായിട്ടൊരു 4-5 എണ്ണം ഉണ്ട്. ബേസിക്കലി 7 എണ്ണം ഉണ്ട്. ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2 ആയിട്ട്, പിന്നെ ബാക്കിൽ ഒരെണ്ണം. അതാണ് സൈനസ്. അതിൻ്റെ അകത്തു നിന്നാണ് ഈ മൂക്കിൻ്റെ അകത്തേക്ക് വരേണ്ട കഫമൊക്കെ വരുന്നത്. അത് ബ്ലോക്ക് ആകുമ്പോഴാണ് സൈനസൈറ്റിസ് ഉണ്ടാകുന്നത്. സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ സൈനസിന് വരുന്ന ഇൻഫെക്ഷൻസ്. അത് പല കാരണങ്ങളിലും ബ്ലോക്ക് ആവാം. അപ്പോൾ ബ്ലോക്ക് ആകുമ്പോഴാണ് കഫം കെട്ടിക്കുന്നതും തലവേദനയൊക്കെ വരുന്നത്. പിന്നെ ഡോക്ടർ മംഗലാപുരം ഇന്ത്യാനയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റലിൽ. അപ്പം ഡോക്ടറോട് ഈ ഒരു കാര്യം ചോദിക്കുന്നത്, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണോ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉണ്ടാവുന്നത്? ഒരു ഡോക്ടറോട് ഞാൻ ചോദിക്കാൻ പാടില്ലാത്തതാണ്. ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉണ്ടാവുന്നത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമുക്ക് അസുഖങ്ങൾ കൂടുമല്ലോ. അസുഖങ്ങൾ കൂടുമ്പോഴാണല്ലോ ഡോക്ടർമാരുടെ അടുത്ത് വരുന്നത്. നമുക്ക് ഈ തണുപ്പ് കൂടുന്ന സമയം ഡിസംബർ, ജനുവരി ഒക്കെ അങ്ങനെയാണോ, എങ്ങനെയാണ്? ഓക്കെ, അങ്ങനെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടൊന്നും പറയാൻ പറ്റില്ല. ആക്ച്വലി സ്പീക്കിംഗ് പഴയ ഡാറ്റാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തേക്ക് ഇപ്പോൾ പുതിയ ഡാറ്റ പ്രകാരം അസുഖം കുറഞ്ഞതാണ്, കൂടിയതല്ല. നമ്മുടെ തെറ്റിദ്ധാരണയാണത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പഴയ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും ഇന്നത്തെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും എത്രയാണ്? ഒരു 50 വർഷം മുമ്പത്തെ. എൻ്റെ 50 വർഷം മുമ്പത്തെ നമ്മുടെ പാരൻസിനൊക്കെ, ഗ്രാൻഡ് പാരൻസിനൊക്കെ അവർക്ക് 10 മക്കൾ ജനിക്കുമ്പോൾ 4 ആൾക്കാർ മരിക്കും. ഇന്ന് എത്ര പേർ മരിക്കുന്നുണ്ട്? അതുപോലെ എത്ര കാലം വരെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്? അതൊരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തൊക്കെ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ആയിരുന്നു. അതിപ്പോൾ കേരളത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസി 75 വയസ്സാണ്. അപ്പോൾ ആക്ച്വലി അസുഖങ്ങൾ കുറഞ്ഞതാണ്. പക്ഷെ ഒരേ ഒരു കാര്യം, സഡനായിട്ട് വന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ, നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ, ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ, ഇത് രണ്ടും കാര്യമായിട്ട് ഇതിനെ ബാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലൈഫ് സ്റ്റൈലാണ് കൂടുതൽ, കാലാവസ്ഥനേക്കാളും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളെ ജോലി വരും. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, കൂടുതൽ ആൾക്കാർ ഇരുന്നുള്ള ജോലിയാണ് ചെയ്യുന്നത്, വർക്കൗട്ട് ചെയ്യുന്നില്ല. അത് രണ്ടും പ്രശ്നമാണ്. അതുപോലെ തന്നെ കാലാവസ്ഥക്ക് നല്ല റോളുണ്ട്. കാര്യം ഇപ്പോൾ സഡനായിട്ടാണ് കഴിഞ്ഞൊരു 5 വർഷം കൊണ്ട് വല്ലാണ്ട് ചൂട് കൂടിയത്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലുള്ള പിന്നെന്താ പറയുക, വർക്കുകളും വല്ലാണ്ട് കൂടിയില്ല. ഒരുപാട് റോഡ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൂടെ മൊത്തത്തിലൊരു ഡസ്റ്റി അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് രണ്ടും നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനൊരു സീസണൽ വേരിയേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ചൂടിന് പ്രത്യേകിച്ച് സീസണൽ വേരിയേഷൻ ഇല്ലല്ലോ. ഇപ്പോൾ വർഷം മുഴുവൻ നമുക്ക് ചൂടാണ്, അതിൻ്റെ ഇടയിൽ വല്ലപ്പോഴും മഴയും വരും. അപ്പോൾ അങ്ങനെ ഒരു വേരിയേഷൻ ഇല്ല. അപ്പോൾ ലൈഫ് സ്റ്റൈൽ പ്ലസ് കാലാവസ്ഥ രണ്ടും നന്നായിട്ട് ഇതിനെ ബാധിക്കുന്നുണ്ട്, എല്ലാത്തിനും ബാധിക്കുന്നുണ്ട്. നമ്മുടെ സിറ്റി ചാനൽ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ENT സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താ? എനിക്കൊന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങളോട് പറഞ്ഞതിൽ തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ അവർ ആകാംക്ഷ ഭരിതരായിരിക്കും. അഡ്വൈസ് എന്ന രീതിയിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ ഈ ENT എന്ന് പറയുമ്പോൾ ഇതൊരു അഡ്വൈസിനേക്കാളും കൂടുതൽ ENT എന്ന് പറയുമ്പോൾ ഇയർ, നോസ്, ത്രോട്ട്. അപ്പോൾ ഇത് മൂന്നും നല്ലോണം കണക്റ്റഡ് ആണ് അകത്തൂടെ. അപ്പോൾ പല അസുഖങ്ങളുടെയും ഒരു പക്ഷേ ആദ്യ ലക്ഷണം ഇതിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം കാലാവസ്ഥയാണെങ്കിലും ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും നമുക്ക് എന്താ പറയുക, സൈനസിലുള്ള മാറ്റങ്ങൾ, അതുപോലെ മൂക്കിൻ്റെ അകത്തുണ്ടാകുന്ന അലർജി പോലത്തെ കാര്യങ്ങൾ. അപ്പം ഈ അലർജിയൊക്കെ മൂക്കിലൂടെയാണ് മിക്കപ്പോഴും തുടങ്ങുക. അതുപോലെ അത് കാരണം ചെവിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചെറിയ ചെറിയ ലക്ഷണങ്ങളുണ്ടല്ലോ, മൂക്കടപ്പ്, തലവേദന, അതുപോലെ എന്താ പറയുക, തൊണ്ടവേദന, ചെവിവേദന, കൂർക്കമ്പലി പോലത്തെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ നമ്മൾ അവഗണിച്ച് വിടരുത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവഗണിച്ച് വിടരുത്. ഹിയറിങ് കാര്യങ്ങളൊക്കെ അതിലൊരു വല്ലാണ്ടൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഹിയറിങ് കുറവാണെങ്കിൽ അതിൻ്റെ ഇവാലുവേഷൻ ആവശ്യത്തിന് ചെയ്ത് ഹിയറിങ് എയ്ഡ് പോലത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ അത് വെക്കണം. കാരണം അത് നമ്മുടെ എന്താ പറയുക, ഡെവലപ്മെൻറ്റിന് വലിയ റോള് വഹിക്കുന്നുണ്ട്. സംസാരിക്കാൻ മാത്രമല്ല, സംസാരിച്ചില്ലെങ്കിൽ, കേട്ടില്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ കുറയുമ്പോൾ അപ്പോൾ കുട്ടികളുടെ ഗ്രോത്തിന് ഇതൊക്കെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മടിയുണ്ട് ഹിയറിങ് എയ്ഡ് വെക്കാനാണെങ്കിലും അതുപോലെ ENT റിലേറ്റഡ് പ്രോബ്ലംസിന് ആവശ്യത്തിന് ചെക്കപ്പ് ചെയ്യാനുള്ളൊരു മടി നമുക്ക് എല്ലാവർക്കും കാണുന്നുണ്ട്. അതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൂർക്കമ്പലി, ഹിയറിങ്, ഇത് രണ്ടുമാണ് ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അത് ഒന്ന് എന്താ പറയുക, ആവശ്യത്തിനുള്ള ചെക്കപ്പുകൾ നേരത്തെ ചെയ്തിട്ട് അതിൻ്റെ കാരണം കണ്ടെത്തി ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സ വെച്ച് മുന്നോട്ട് പോവാം. അതുമാത്രമാണ് ഒരു അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത്.
ENT-യുമായി ബന്ധപ്പെട്ട പല ക്വസ്റ്റ്യൻസിനുമാണ് ഇന്ന് മറുപടി ലഭിച്ചിരിക്കുന്നത്. എനിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ സിറ്റി ചാനൽ പ്രേക്ഷകർക്കും. ഈ തിരക്കിട്ട വേളയിലും ഞങ്ങളോട് അല്പസമയം സ്പെൻഡ് ചെയ്യാൻ ഇവിടെ കാണിച്ച മനസ്സിന് തന്നെ ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ സിറ്റി ചാനൽ പ്രേക്ഷകർക്കും ഒരുപാട് സംശയങ്ങൾക്കാണ് ദൂരീകരണമായിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ അതിഥി ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും ടാറ്റ. Bye.